എൻ്റെ വീഡിയോ കാണുന്ന പ്രവാസികളാണെങ്കിലും അതല്ല നാട്ടിൽ പ്രവാസികളുടെ കുടുംബമാണെങ്കിലും ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം കേട്ടോ. നമ്മൾ ഗൾഫിലോട്ടേക്ക് വന്ന് ഇവിടെ ജോലി ചെയ്ത് 1 മാസം 2 മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോരോ സാധനം വാങ്ങിയിട്ട് റൂമിൽ കൂട്ടുന്ന ഒരു സ്വഭാവം നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. എന്തിനും വേണ്ടിയിട്ടെന്നറിയോ, നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾക്ക് ഒന്നിച്ചിട്ട് വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം, ക്യാഷിൻ്റെ പ്രോബ്ലം. അതുകൊണ്ട് നമ്മൾ ഓരോരോ സാധനങ്ങൾ മുമ്പേ വാങ്ങിയിട്ട് വെക്കുന്ന ഒരു സ്വഭാവം നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അത് നാട്ടിൽ പോകുന്നതിന് 1 മാസം 2 മാസങ്ങൾക്ക് മുമ്പായിട്ട് കാർഗോ അയക്കുന്ന ഒരു രീതിയും നമ്മളെല്ലാവരുടെ പ്രവാസികളുടെ അടുത്തുള്ളതാണ്. പക്ഷേ ഇതൊന്നും നിങ്ങൾ കണ്ടില്ല. ഈ വീഡിയോ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഓരോരോ സാധനങ്ങളും വാങ്ങി വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ലാഭം നോക്കിയിട്ട് ഒരു 50 ഫിൽസിൻ്റെയോ 100 ഫിൽസിൻ്റെയോ ലാഭം നോക്കിയിട്ട് അങ്ങനെയുള്ള കാർഗോനെ വിളിച്ച് നമ്മൾ കാർഗോ അയച്ചിട്ട് ആ കാർഗോ ചെയ്ത ഒരു പണിയാണ് നാട്ടിലേക്ക് അയക്കാണ്ട് എവിടെയോ റോഡ് സൈഡ് തള്ളിവിട്ട്. എത്ര വിഷമമാകുന്ന ഈ ഒരു സീന് കാണുമ്പോൾ എന്നറിയോ. കാരണം നമ്മളൊരു 100 പിൽസിന് ലാഭം നോക്കാണ്ട് 20 വർഷവും 15 വർഷമുള്ള ശരിക്കുള്ള കമ്പനി ആയിട്ടുള്ള കാർഗോയിൽ നമ്മൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. ഇന്ന് ഒരുപാട് ഫ്രോഡുകൾ ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ കാണുന്നതാണ്. ടെലിഫോണിൽ ചീറ്റ് ചെയ്യുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ ചീറ്റാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെല്ലാം നമ്മൾ കാണുന്നുള്ളതാണ്. എന്നിട്ടും നമ്മൾ അതിൽ പെട്ടു പോകുന്നു. ഒരു 50 ഫിൽസിനോ 100 ഫിൽസോ ലാഭത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ ആളുകളെല്ലാം നോക്കിയിട്ടുള്ളത്. എന്നിട്ടോ ആ കാർഗോ അയച്ചിട്ട് അവരെ നിന്ന് ക്യാഷും കാര്യങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം ആ കാർഗോ അവിടെ തള്ളി. നമ്മളൊരു കാർഗോ നാട്ടിലേക്ക് അയച്ചിട്ടാകുമ്പോൾ നമ്മുടെ മക്കൾ, നമ്മളെ ഫാമിലി എത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും ആ കാർഗോനെ കാത്തിരിക്കുന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടത് കിട്ടിയിട്ടാ എന്നറിയുമ്പോൾ അവരുടെ വിഷമങ്ങളും ബേജാറും എത്രത്തോളമായിരിക്കും. അപ്പം എൻ്റെ പ്രവാസികളായ സുഹൃത്തുക്കൾ അതേപോലെ തന്നെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ആരും ചതിയിൽപ്പെടാണ്ട് നിങ്ങൾ കാർഗോ അയക്കുന്ന സമയത്ത് ശരിക്കുള്ള വിശ്വാസമുള്ള കുറേ വർഷങ്ങളായി ഇവിടെ നിൽക്കുന്ന അങ്ങനെയുള്ള കാർഗോയിൽ അയച്ചിട്ട് നിങ്ങൾ നാട്ടിലേക്ക് വിടലാന്ന് ഏറ്റവും നല്ലത് കേട്ടോ. ഇങ്ങനെ ആർക്കും പറ്റാതിരിക്കും.